അപ്പോൾ സ്റ്റഡി വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ളോഗാണ്. ഞാൻ വന്നിരുന്നിട്ടുള്ളത് IP ആയിട്ടായിരുന്നു. IP എനിക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീട്ടിൽ വന്നിട്ടൊന്നും മര്യാദയ്ക്ക് പഠിക്കാമെന്ന്. വീട്ടിൽ വന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഓരോ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് IP ഞാനും കുറച്ച് കൂടെ പഠിക്കാൻ സെൽഫ് സ്റ്റഡി കുറച്ചും കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് IP ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അല്ലാണ്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. IP ഞാൻ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താലേ സെറ്റ് ആവുള്ളൂ എന്നും കൂടെ മനസ്സിലായി എനിക്ക്. പിന്നെ എൻ്റെ വീഡിയോസ് ഒന്നും റെഗുലർ ആയിരുന്നില്ല. അതിനൊക്കെ കാരണം എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് പഠിച്ചു. എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കുത്തി ഇരുന്നിട്ടാണ് ഞാൻ അതിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എങ്ങനെയൊക്കെയോ പഠിച്ചിട്ട് പോയി. ആ ടെസ്റ്റിന് എനിക്ക് ഇത്ര സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ കുറച്ചധികം ഡെഡിക്കേഷൻ മൂത്തിരുന്ന് പഠിക്കാറ്. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട് എല്ലാം. എനിക്ക് ടെക്സ്റ്റിലുള്ളതും നോട്ടിലുള്ളതും എല്ലാം ഞാൻ പഠിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ടെക്സ്റ്റിലുള്ളത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മതിയായിരിക്കും, ഇനി വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ നോട്ട് എടുത്തിട്ട് നോക്കിയപ്പോഴേക്കും ടെക്സ്റ്റ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആ നോട്ട് ഞാൻ ആ സമയത്ത് എടുത്ത് നോക്കിയില്ലായിരുന്നു, എക്സാമിന് മിക്കവാറും തോറ്റാണ്. എന്നിട്ട് ഞാൻ നോട്ടിലുണ്ടായിരുന്ന എല്ലാം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് നോട്ട് കണ്ടത് രാത്രി ആയപ്പോഴാണ്. പിന്നെ നോട്ടിലുള്ളതെല്ലാം കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ സെറ്റായിട്ട് എക്സാം എഴുതാൻ പോയി. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയുടെ ഒരു ഇടയ്ക്കുള്ള ഇത് ഞാൻ പറയാം. അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, എന്തായാലും ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാം. എൻ്റെ ബുക്ക് സാറ് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തുണ്ട് 10-ലായിരുന്നു എക്സാം. 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 മാർക്ക് വെച്ച് വീതം 2 ക്വസ്റ്റ്യൻ തന്നു. ആൻഡ് 10 മിനിറ്റ് ആണ് തന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒരു 5 മിനിറ്റ് വെച്ച് നിങ്ങൾ എടുത്താവുന്ന രീതിയിലാണ് സാറ് 10 മിനിറ്റ് തന്നുള്ളൂ എഴുതാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റിൽ നിങ്ങൾ എഴുതിയിട്ട് തരിക, ഇങ്ങനെയാണ് സാറ് പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഉടനെ തന്നെ സാറ് വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തു. സാറ് പറഞ്ഞു എക്സാം നിർത്തിക്കോളാൻ പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾക്ക് നോട്ട് തരാൻ തുടങ്ങി. നോട്ടൊക്കെ തന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് സാർ അപ്പം തന്നെ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോയി. പിന്നെ പിറ്റേ ദിവസം വന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ബുക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം എനിക്ക് ഫുള്ളായിട്ട് എഴുതി തീർക്കാൻ പറ്റിയില്ല. ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് ഞാൻ എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല. ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിഫറൻസ് എനിക്ക് പ്രോപ്പർലി എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡിഫറൻസ് എഴുതി, മറ്റേ ഡിഫറൻസിന്റെ ഒരു സൈഡ് മാത്രം എഴുതി. അപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. മിക്കവാറും എൻ്റെ മാർക്ക് പോകും, പ്രശ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് വരുന്ന ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് അതിന്റെ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിച്ചിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ആകെ ഞാൻ മനസ്സിലുള്ളത് ഇമ്പോർട്ടൻസ് ആറ് പഠിപ്പിച്ചു. അത് മാത്രമേ എനിക്ക് ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ആറ് പഠിപ്പിച്ചത് ആ ഫംഗ്ഷൻ എന്ന രീതിയിൽ അങ്ങോട്ട് എഴുതി വെച്ചു. ആൻഡ് ഞാൻ എഴുതി വെച്ചിട്ട് അത് കൊടുത്തു. പിന്നെ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ആരൊക്കെ എങ്ങനെ രീതിയിലൊക്കെ എഴുതിയെന്ന് ചോദിച്ചപ്പോഴേക്കും മിക്കവരും അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്, ഇമ്പോർട്ടൻസ് ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇപ്പോൾ കപ്പ് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഉണ്ടായാലും എന്നാലും ഞാൻ എടുത്ത് കഴിച്ചു. അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ ഒരു ടൂർ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് ലോഡ് ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു ചുറ്റിനുള്ള എന്താ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് എൻ്റെ 2 ബുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ സ്റ്റോറി ബുക്സ് അല്ലല്ലോ, സ്റ്റോറി ഞാൻ ഒത്തിരി ബുക്ക് വായിക്കുന്ന ആളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ റഫ് ബുക്ക് വെച്ചിട്ടുണ്ട്. സ്കൂളിലെ റഫ് ബുക്കാണ് മേലിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ താഴെ ഞാൻ നോർമൽ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോൾ നോട്ടൊന്നും അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല. പിന്നെ ഞാൻ ഷോർട്ട് നോട്ട് എടുക്കുന്ന ഈ ഒരു A4 സൈസ് ഷീറ്റിലായിരിക്കും. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അതിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലാനറും പിന്നെ ടു ഡു ലിസ്റ്റിൻ്റെ ഒരു ബുക്കും, ഇത്രയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് പ്ലാനറാണ് ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന എൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കും പിന്നെ ക്ലാസ് വർക്ക് ഹോംവർക്കൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ്, സ്പീക്കർ, എൻ്റെ വാട്ടർ ബോട്ടിൽ, പൗച്ച്, പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണ്, എൻ്റെ ചുമ്മാ എൻ്റെ വാൾപേപ്പർ കാണിച്ചതേ ഉള്ളൂ. എൻ്റെ ഫോണ് അതൊക്കെയാണ് പിടിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ടേബിളിൻ്റെ ആ ഒരു അപ്പുറത്തെ പോർഷൻ ആണെങ്കിൽ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. പിന്നെ ഇവിടെ എൻ്റെ നോട്ട്ബുക്ക്. അപ്പോൾ ഈ നോട്ട്ബുക്ക് എൻ്റെ എക്കണോമിക്സ് നോട്ട്ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ മാർക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കഷ്ടപ്പെട്ട് എഴുതിയിട്ട് എനിക്ക് 8 ആണ് കിട്ടിയത്. 10-ൽ 8 കിട്ടിയത്. ഞാൻ വിചാരിച്ച പോലെ മോശം മാർക്കൊന്നും ആയിരുന്നില്ല. ഞാൻ കുറച്ച് മാർക്ക് കുറവാണ് പ്രതീക്ഷിച്ചത്. കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് മര്യാദയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ധൃതിക്ക് എഴുതുമായിരുന്നു. എനിക്ക് എല്ലാ പോയിന്റും എഴുതിയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത്രയും സ്പീഡിലാണ് എഴുതി ചെയ്തത്. 5 മിനിറ്റ് തേക്കേണ്ട ലൈക്ക് അതൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ലെങ്തി ആയിരുന്നു. ഇതാണ് 2 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് കിട്ടിയ മാർക്ക്. ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തുടങ്ങിയിട്ട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്, ആ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തുടങ്ങിയിട്ട് അത് തീരുന്ന അപ്പുറത്തെ പേജ് ഫുള്ള് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 5 മാർക്കിന് അത്രയും വലുതാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകെ ഇച്ചിരി എഴുതാനുണ്ടായിരുന്നുള്ളൂ. അത് 5 മാർക്കിനുള്ള ഉണ്ടായിരുന്നില്ല. എങ്കിലും സാറ് സിമ്പിൾ ആക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും അത് ഒരെണ്ണം കൂടെ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് മിക്കവാറും 5 മാർക്ക് കിട്ടിയേനെ. ആ 5 മാർക്ക് കൂടെ കിട്ടി ഫുൾ ആയേനെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സാറ് ബാക്കിയുള്ള നോട്ടും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടേബിളിൽ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് നോട്ടിൽ വെക്കത്തില്ല, ടേബിളിൽ വെക്കത്തില്ല. എനിക്ക് വേണ്ട എന്താണോ അത് മാത്രമേ വെക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ എക്കണോമിക്സ് ഞാൻ അവിടെ കൊണ്ടുവന്നു തന്നെ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും. കാരണം എനിക്ക് വേറൊരു ടെക്സ്റ്റും കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ടെൻഷനാവും. ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കണമല്ലോ എന്നുള്ള ആ ഒരു ഇത് വരും. എനിക്ക് ഒറ്റ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് മാത്രം പഠിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ IPയിൽ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് ഒക്കെ ടിക്ക് ചെയ്തിട്ടു. പിന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ എടുത്തു. ഇംഗ്ലീഷിന് എനിക്ക് ഇന്നത്തെ ദിവസം 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് എനിക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് റീഡിങ് ചെയ്യുക, സ്വന്തമായിട്ട് റീഡ് ചെയ്യുക. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ഒരു ലെക്ചർ കേൾക്കുക. അപ്പം ഞാൻ ജസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ലാപ്ടോപ്പിൽ ലോഡാക്കാൻ വെച്ചേക്കാണ്. അത് ലോഡാവുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണത് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനത് അടിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് കൺഫ്യൂഷനായി ഏത് വീഡിയോ കാണണം. കാരണം ഓരോന്ന് കാണുമ്പോഴും അത് രസമില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം വായിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ബോറടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഇരുന്ന് വായിക്കാനൊന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ ഞാൻ എക്സാമിൻ്റെ തലേന്നാണ് മിക്കപ്പോഴും നോക്കുന്നത്. പക്ഷേ ഇത് ഇംഗ്ലീഷ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്, ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ട്. കാരണം സ്റ്റോറി വൈസ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കിപ്പോൾ ഉണ്ട്. 11th ആയപ്പോഴാണ് കുറച്ചും കൂടെ സീരിയസ് ആവാൻ തുടങ്ങിയത് ഞാൻ സ്റ്റഡീസിൽ. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇരുന്ന് ഇന്നെ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ഇരുന്ന് ഞാൻ മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.